ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഞങ്ങളൊന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പാരങ്ങളിലേക്കായിരുന്നു കേട്ടോ. അവിടെ എത്തുന്നവരെ മീൽസ് കഴിക്കുന്നതായിരുന്നു വിചാരിച്ചത്. പിന്നെ അവിടെ എത്തിയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ബിരിയാണി ആക്കുന്നു. ഫസ്റ്റിന് ഞാൻ മിഡ് ലൈം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ ഗ്രേപ്പ് ലൈം വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ഗ്രേപ്പ് ലൈം എന്ന് പറഞ്ഞ ജ്യൂസ്. അപ്പോൾ ഞാനതൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ പപ്പയമ്മ മീൽസ് ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനും ബ്രദറും ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവനും മീൽസ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടത്തെ പിന്നെ ബിരിയാണിയിലേക്ക് മെല്ലെ മാറി. ഞാൻ ഈ അടുത്താണ് ബിരിയാണീൻ്റെ കൂടെ ചമ്മന്തിയും പിന്നെ തൈരും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ തുടങ്ങുന്നത്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പം പണ്ട് ഞാൻ കഴിക്കത്തേ ഉണ്ടായിരുന്നില്ല, തൈരൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. ഇന്നിപ്പോൾ പിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ലുലു മാളിലേക്കായിരുന്നു. ഞങ്ങൾ മെയിനായിട്ട് ഇറങ്ങിയത് ലുലു മാളിലേക്ക് പോകാൻ തന്നെയായിരുന്നു കേട്ടോ. കുറച്ച് ഐറ്റംസും കാര്യങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ലുലു ഹൈപ്പറിലേക്കാണ് മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ഹൈപ്പറിൽ കയറി. നല്ല ബ്ലോക്കായിരുന്നു, അതിനെക്കൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എത്താനായിട്ട്. ഈ ട്രോളിയായിരുന്നു ഫസ്റ്റ് എടുത്തതെങ്കിലും പിന്നെ ഞാൻ സാധനങ്ങൾ കൂടിയപ്പോൾ ഞങ്ങൾ വലിയ ട്രോളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫേസ് ജെല്ല് വാങ്ങണം കുറച്ചായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആലുവ ആയിരുന്നു നോക്കിയത്, ബട്ട് ആലുവ എല്ലായിട്ട് ഞാൻ പിന്നെ നീം തന്നെ വാങ്ങി. പിന്നെ ടസ്ക് 2-3 സാധനം വാങ്ങിക്കാൻ കുറച്ച് നോക്കിയെങ്കിൽ കൂടി തീരെ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല, നല്ല റേറ്റും ആയിരുന്നു. ഈ ഒരു ചങ്ങനെ നോക്കി, ബട്ട് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അവിടെ ഇങ്ങനത്തെ കുറേ ക്യാൻഡിൽ ഹോൾഡറൊക്കെ പോലത്തെ ഒരേ പോലത്തെ സാധനങ്ങളുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് ഈ ക്യാൻഡിൽ ഹോൾഡർ. അപ്പോൾ ഞാൻ പിന്നെ വേറെ എടുക്കാനൊന്നും നിന്നുണ്ടായിരുന്നില്ല, ജസ്റ്റ് നോക്കി എന്നുള്ളത് എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ക്യാൻഡിൽ ഹോൾഡറൊന്നും എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്കെല്ലാം ഇങ്ങനെ ഓരോന്ന് എടുക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കളേഴ്സൊക്കെ നോക്കി. ഈ കളറ് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, എനിക്കിഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പെന്ന് ഫസ്റ്റ് യൂസ് ചെയ്ത ടൈമിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പെന്ന് ഇതായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ആ പെന്ന്. അത് കഴിഞ്ഞ് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു, DIY പെൻ സ്റ്റാൻഡ്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളിയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വേറെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എന്തായാലും പോയി കാണാം. പിന്നെ ഒരു ഗമ്മും കൂടി എടുക്കാനുണ്ടായിരുന്നു, ഗമ്മ എടുത്തു. പിന്നെ ഒരു വിൻറ്റേജ് പേപ്പേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ട് എല്ലാം കാണാനായിട്ട്. ബട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു വിൻറ്റേജ് പേപ്പേഴ്സിൻ്റെ ഒരു വിൻറ്റേജ് വൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ബുക്ക് തന്നെ ഉണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു കേട്ടോ, കാണാനായിട്ടാണെങ്കിലും അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ജേർണൽ സപ്ലൈൻസ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡ്രോയിങ് ചെയ്യുന്നു. അപ്പോൾ അവന് കളർ പെൻസിൽസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവൻ പിന്നെ കളർ പെൻസിൽസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. കുറച്ച് നേരം നോക്കി നിന്നിട്ടായിരുന്നു പിന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കാണുന്ന സ്റ്റാൻഡ് ഞാൻ നോക്കിയപ്പോൾ ഇവിടെ 150, ഞാൻ ഈ ജുമാട്ടിൽ നിന്ന് ആ വലിയ സ്റ്റാൻഡിന് 95 റുപ്പീസിനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ഭയങ്കര കൂടുതലായി തോന്നി. അത് കഴിഞ്ഞ് ഈ ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല കട്ടിയുള്ള ചാർട്ടാണ്, എനിക്കിഷ്ടമായി. പിന്നെ അമ്മക്ക് എന്തോ അവക്കാഡോ ഷേക്ക് അടിക്കാനോ എന്തോ സംതിങ് ലൈക്ക് എന്തോ ഉണ്ടായിട്ട് അപ്പം അവക്കാഡോ എടുക്കാനൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവക്കാഡോ പോയിട്ട് ബില്ലൊക്കെ അടിച്ചു കൊടുത്തു. അപ്പോൾ എനിക്കെന്തായാലും അവക്കാഡോ അത്ര ഇഷ്ടമല്ല. ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ അമ്മക്ക് ഷേക്ക് അടിച്ച് കുടിക്കാനാണെങ്കിൽ എൻ്റെ അമ്മക്കായാലും പപ്പക്കായാലും ഇഷ്ടമാണ്. പിന്നെ അവിടെ എന്താ സീഡ്ലെസ് വൈറ്റ് ഗ്രേപ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഗ്രേപ്സ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ എന്താ അങ്ങനെ തന്നെയാണെന്ന് തോന്നി പറയാൻ എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വലിയ ട്രോളി എടുത്തുനിന്ന്, ഇതാണ് കേട്ടോ വലിയ ട്രോളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പഴപ്രഥമൻ എന്ന് പറഞ്ഞിട്ടൊരു പായസം ഉണ്ടായിരുന്നു. അപ്പം ഞാനത് നോക്കി, അത് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അമ്മക്ക് ഒലിവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒലിവ് എടുത്തു. എന്താ പാസ്തയിലും പിസയിലും ഒക്കെ ഇടാറ്. അപ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഈ പാസ്തയും പിസയൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം മാങ്ങ അവിടെ നിന്ന് തന്നെ പൊട്ടിച്ച് കഴിക്കാം കേട്ടോ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് മാങ്ങ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ വീട്ടിലെത്തുമ്പോഴേക്ക്. പിന്നെ അവിടെ ഇങ്ങനെ മഴ, ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ പൂ ഇങ്ങനെ ഇതാക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ നോക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ കൂൾ കോഫി വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ് കൂൾ കോഫി കുടിക്കുന്നത്. കോഫീനെക്കാട്ടും എനിക്കിഷ്ടം കൂൾ കോഫിയാണ്. ഞാൻ വീട്ടിലൊക്കെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. പിന്നെ ക്യാൻഡീസൊക്കെ നോക്കി. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു മില്ലറിൻ്റെ ഈ ഒരു കോൺഫ്ലേക്സ് പോലത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ ബില്ലടിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. എനിക്കാണെങ്കിൽ ആ മറ്റേ പെൻ സ്റ്റാൻഡ് വരെ ഉണ്ടാക്കാനുള്ള ഭയങ്കര ഇതായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് എടുക്കാൻ വിചാരിച്ചത് ഐസ് ക്യാൻഡി പോലത്തെ ആയിരുന്നു. പിന്നെ അത് വേണ്ട, കോൺ തന്നെ എടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഡോണ്ട് എടുക്കാൻ വിചാരിച്ചു. പിന്നെ അതും വേണ്ടാന്നൊക്കെ വെച്ചിട്ട് ഞാൻ പിന്നെ കോൺ തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഞങ്ങൾക്കൊരു പ്ലാന്റ് നഴ്സറി ഉണ്ട്. അപ്പം അവിടെ അച്ചാച്ചൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അച്ചാച്ചനും കൂടി ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈഡൻ ഗാർഡൻസ് എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അച്ചാച്ചന് ഐസ്ക്രീമൊക്കെ കൊടുക്കാൻ വിചാരിച്ചു. അതിൽ കൂടെ ഞാനും ഐസ്ക്രീം തിന്നിട്ടുണ്ടായിരുന്നു.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കോൺ ഐസ്ക്രീം. പിന്നെ അച്ചാച്ചനൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് വീട്ടിലേക്കായിരുന്നു. പിന്നെ വീട്ടിലെത്തി അപ്പം തന്നെ ഞാൻ നല്ല പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത്ര ഇഷ്ടമായില്ല, ബട്ട് കുഴപ്പമില്ല, എനിക്കിഷ്ടമായി. ഐ മീൻ ഇഷ്ടമായെന്ന് ചോദിച്ചാൽ ഇഷ്ടമായി, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു എന്താ എന്താ നമ്മളെ മേക്കപ്പ് റിമൂവർ ഒരു DIY ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 2-3 വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇത് ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയ പെൻ സ്റ്റാൻഡ്. പിന്നെ കുറച്ചൊരു സിനിമയൊക്കെ കണ്ടു. പിന്നെ അമ്മ പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലോങ് വീഡിയോയും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അമ്മ ഒരു മോഹൻലാൽ സ്പെഷ്യൽ ചിക്കൻ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടിൻ്റെയും വീഡിയോ വരുന്നുണ്ട് എന്തായാലും ലോങ് വീഡിയോ ആയിട്ട് തന്നെ. അപ്പോൾ അതിനെക്കൊണ്ടാണ് ഇതിൽ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ ഇന്ന് നൈറ്റ് ഫുഡ് അതൊക്കെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള ഇന്നത്തോടെ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതിലേക്കും ബൈ ഗൈസ്.